ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാമക്കൽമേടുള്ള ഓഫ് റോഡ് ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ രാമക്കൽമേട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. നമ്മളൊരു 4 സ്പോർട്സ് അവർ കാണിക്കും. എക്സ്ട്രീംലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡ്സ് ആണ്. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എക്സ്ട്രീം റോഡ്സാണ്. ശരിക്കും നമ്മൾ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ ഫോൺ തെറിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. കുറേ കയറ്റങ്ങളും ഇറക്കങ്ങളും കൂടി ചേർന്നതാണ് ഈ ഓഫ് റോഡ്. കാണാൻ നിങ്ങൾക്ക് ശരിക്കൊരു പാറയുടെ മുകളിലൂടെയാണ് ആ ജീപ്പ് പോകുന്നത്. എക്സ്ട്രീം കണ്ടീഷൻസ്. 4x4 വെഹിക്കിൾസ്, അതായത് 4 വീൽ ഡ്രൈവുള്ള ജീപ്പ് അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഇതിന് ഓടിക്കുവാൻ വേണ്ടി പറ്റൂ. മഹീന്ദ്ര താറാണ് ഈ വണ്ടി. മഹീന്ദ്ര DI മോഡലാണ്, പഴയ മോഡൽ മഹീന്ദ്ര താറാണ്. താറിന് തന്നെ 2 വീൽ ഡ്രൈവ്സും ഇതിൽ ഓടിക്കാൻ വേണ്ടി പറ്റില്ല. സാധാരണ ഒരു വണ്ടി ഇതിനടുത്ത് പോകുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇതാണ് നമ്മുടെ പുലിക്കുട്ടി, ചീത്തപ്പുലി. 4 വീൽ ഡ്രൈവാണ്. ലോ സൾഫർ ഡീസലാണ് ഈ താറിന് ഉപയോഗിക്കേണ്ടത്. അതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പേര് റെഡി ആയിരിക്കുകയാണ്. നമ്മളെ ഡ്രൈവർ ബഷീർക്കാണ്. ബഷീർക്ക് നമ്മളൊരു ഫ്രണ്ട് വഴിയാണ് ബന്ധപ്പെട്ടത്. ആദ്യം നമ്മൾ സാധാരണ റോഡിലൂടെ, അതായത് രാമക്കൽമേടിൽ നിന്ന് നമ്മൾ ജീപ്പിലോട്ട് കയറും. നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. പിക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോവുകയാണ്. താർ റോഡ് അവിടെ കഴിഞ്ഞു. ഇനി ഫുൾ ഓഫ് റോഡാണ്. ശരിക്കും നമ്മളിങ്ങനെ കുലുങ്ങുകയാണ്. ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പോലെയാണ് നമ്മൾ ജീപ്പിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കുലുങ്ങി ഇരിക്കുന്നത്. വീഡിയോ എടുക്കുന്നത് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ്. ഫോൺ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കാണാൻ വേണ്ടി പറ്റും ആ റോഡ്, ആ ഒരു കയറ്റം. ദൂരെ നമുക്ക് മലകളും ഇതെല്ലാം കാണാം. ഒരു എക്സ്ട്രീം ഓഫ് റോഡാണ് ഈ രാമക്കൽമേട് കാണുന്നത്. നമ്മളിപ്പോൾ ആമപ്പാറയിലേക്കാണ് പോകുന്നത്. രാമക്കൽമേടിൽ നിന്ന് ആമപ്പാറയിലോട്ട് പോകുന്ന വഴിയാണിത്. പൊടി വാർത്തിക്കൊണ്ടാണ് നമ്മുടെ താർ ചീറ്റ ചീറിപ്പായുന്നത്. മിക്സിയിലിട്ട് അടിച്ച പോലെയാണ് നമ്മളിതിൻ്റെ അകത്ത് നിന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. താർ റോഡില്ല. താറൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോൾ മണ്ണും പാറയും ഒക്കെയാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡേഞ്ചറായിരിക്കും ഇതിനുള്ള യാത്ര. ഫുൾ പൊടി പറത്തി. ഒരു എക്സ്പെർട്ട് ഡ്രൈവറാണ് നമ്മുടെ ബഷീർക്ക. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 5-10 വർഷമായി കാണും ഇതിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. എക്സ്പേർട്ട് ഡ്രൈവറാണ്. ഈ ഒരു ഓഫ് റോഡ് കണ്ടീഷൻ. ഇതിന് മുൻപ് ഞാനൊരു ഓഫ് റോഡ് ഡ്രൈവ് എൻജോയ് ചെയ്തത് നമ്മുടെ കുടജാദ്രി യാത്രയിലായിരുന്നു. കുടജാദ്രി ഓഫ് റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ ശരിക്കൊരു കൊക്കയുടെ സൈഡിലൂടെയൊക്കെ വേണം ജീപ്പ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചും കൂടെ സേഫാണ് അത് വെച്ച് നോക്കുമ്പോൾ. എന്നിരുന്നാലും കുറച്ച് അഡ്വഞ്ചറസ് ട്രിപ്പാണ്. നമുക്കിത് രാമക്കൽമേടിൽ നിന്ന് നമുക്ക് ജീപ്പ് റെൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ജീപ്പ് സഫാരിക്ക് 1600 രൂപയാണ് ഒരു ജീപ്പിന് ചാർജ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും മുകളിലുള്ള വ്യൂ ആണ്. ഈ വ്യൂ കാണാൻ വേണ്ടി നമ്മൾ ഈ ഓഫ് റോഡിലൂടെ പോയത്. സഞ്ചാരികളൊക്കെ നിറയെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെ. ഇതവിടെ ഒരു പാർക്കിംഗ് സ്പോട്ടാണ് മുകളിൽ ആമപ്പാറയിൽ. ഇവിടെ നമ്മുടെ ജീപ്പ് അതവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം വെള്ളവും ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലഭിക്കും. ഇവിടെ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഈ ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇനിയും ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. കേരള ടൂറിസത്തിൻ്റെ കീഴിലാണുള്ളത്. ഇതാണ് നമ്മുടെ ചീറ്റപ്പുലി താർ DI. അതിൽ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കോമ്പസിൻ്റെ ഒക്കെ ഡിസൈനും രാമക്കൽമേട് അഡ്വഞ്ചറസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അഡ്വഞ്ചറസ് ഹിന്ദിയിൽ രാമക്കൽമേട് അഡ്വഞ്ചറസ് ടൂറിസം എന്നൊക്കെയാണ് ആ ജീപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മഹീന്ദ്ര താർ എന്ന് പറയുന്നത് ഒരു 4 വീൽ ഓഫ് റോഡിന് പറ്റിയ വാഹനമാണ്. ഇത്രയും വലിയ കുന്നുകളും കയറാൻ വേണ്ടി മിനിമം ഒരു 4 വീൽ മഹീന്ദ്ര വണ്ടി തന്നെ വേണ്ടി വരും. ഇതിൻ്റെ മുകൾ വശത്ത് ഒരു അമേസിങ് വ്യൂ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.